ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി കഴുകിയിട്ട് ഇപ്പോൾ ഒരു 2 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. അത് കാരണം ഫുള്ള് വണ്ടി അഴുക്കും പൊടിയൊക്കെ പിടിച്ച് നാശമായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. താഴത്തെ ആ പടി തൊട്ട് ആ ടയറിൻ്റെ സൈഡ് ഫുള്ള് പൂഴിയൊക്കെ കയറി ഫുൾ അഴുക്കായിട്ടാണ് ഇരിക്കുന്നത്. അകത്തും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. അത് ഫുൾ അവർ എയർ അടിച്ച ശേഷം വാക്കം പിടിച്ച് ക്ലീൻ ആക്കിയ ശേഷമാണ് അവർ തുടച്ച് അകമൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ടാണ് പുറത്തെ വർക്കുകളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അകം ഫുള്ള് സെറ്റാക്കി പുറകോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ പുറകിലെ സ്പീക്കറും കാര്യങ്ങളെല്ലാം മൂടിയിട്ട് ആ ഭാഗവും ഫുള്ള് ക്ലീൻ ചെയ്ത ശേഷമാണ് പുറത്തോട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. നമ്മുടെ ടയറൊക്കെ ഫുള്ള് ഷാമ്പു കൊണ്ട് തേച്ച് കഴുകിയ ശേഷം അടി ഫുള്ള് ഷാമ്പു അടിച്ചിടും. കുറച്ച് നേരം അടി ഫുള്ള് ഷാമ്പു അടിച്ചിട്ടിട്ടാണ് ആ അഴുക്കൊന്ന് ഇളകിയ ശേഷം അവർ ഗണ്ണിനടിച്ച് ഫുള്ള് കഴുകത്തുള്ളൂ. അപ്പോൾ ആദ്യം ഷാമ്പു അടിക്കുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഫുള്ള് ഷാമ്പു അടിച്ച് അത് കഴിഞ്ഞ് ഗണ്ണിന് ഫുള്ള് കഴുകുമ്പോൾ അഴുക്ക് പോകുന്നതുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത്യാവശ്യം നല്ല രീതിക്ക് അഴുക്ക് പോയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അടി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ പൂഴിയായിരുന്നു. ഫുള്ള് അവർ കഴുകി അത് കറ ഫുള്ള് കളഞ്ഞിട്ട് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്കുള്ള വർക്കുകൾ ഫുള്ള് ചെയ്യുക. അപ്പം മുകളിലേക്കുള്ള ഫുള്ള് ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ആ പൊടി ഫുള്ള് സൈഡും കാര്യങ്ങളെല്ലാം കഴുകി കളഞ്ഞ ശേഷമാണ് ഈ ഷാമ്പു എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് അഴുക്കാദ്യം കഴുകി കളയും. കാരണം പൊടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴുമല്ലോ. അപ്പോൾ ഫുള്ള് കഴുകി കളഞ്ഞിട്ടാണ് ഫുള്ള് ഷാമ്പു അടിച്ച് കുറച്ച് ടൈം ഷാമ്പു ഇവിടെ നിന്ന് ഇറങ്ങി ഫുള്ള് അടിച്ച് വരുമ്പോൾ ടൈം ആകുമല്ലോ. അത് കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരാൾ ഉരച്ച് കഴുകി തുടങ്ങും. അങ്ങനെ 3 പേര് കൂടിയിട്ടാണ് നമ്മുടെ വണ്ടി വാഷ് ചെയ്യണം. അങ്ങനെ സൈഡ് ഫുള്ള് ഉരച്ച് കഴുകി ടോപ്പും കഴുകിയ ശേഷമാണ് പിന്നെ അടിയിലേക്ക് വരുന്നത്. അടിയിൽ ആ പടി ഫുള്ള് നല്ല കട്ടിയുള്ള ബ്രഷിന് ഉരച്ച് കഴുകി അത് കഴിഞ്ഞിട്ട് ഗണ്ണിനടിച്ച് പോരുവാണ് അവർ ചെയ്യുന്നത് ഫുള്ള്. അപ്പോൾ കഴുകി നല്ല ക്ലീനായി വണ്ടി മൊത്തത്തിൽ. അത്യാവശ്യം നല്ല നിങ്ങൾ കാണാൻ തന്നെ പറ്റുന്നുണ്ടാവുമല്ലോ. അത്യാവശ്യം നല്ല കൊണ്ടുവന്നപ്പോൾ എങ്ങനെ ഇരുന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വണ്ടിക്കകത്ത് നമ്മൾ കഴുകുമ്പോൾ വരുന്ന വെള്ളവും പിന്നെ ഗ്ലാസ്സിൽ അകത്തും പുറത്തും ഒക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഫുള്ള് ക്ലീനാക്കി അത് ഫുള്ള് തുടച്ച് ക്ലീനാക്കിയ ശേഷമാണ് നമുക്ക് വണ്ടി അത്രയും ടൈം നമുക്കുള്ള കാരണം നമ്മൾ അവിടെ വെറുതെ ഇരുന്ന് മടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വണ്ടിക്കകത്ത് നമ്മൾ വെച്ചേക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ ആ എയ്റോപ്ലെയിൻ്റെ കറങ്ങുന്ന സോളാറിൻ്റെത്. അപ്പോൾ അതവിടെ മുകളിൽ ഒരുപാട് ഇരിപ്പുണ്ട്. അതിൻ്റെ തന്നെ കുറേ മോഡലുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് സ്മെല്ലിന് വെക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാനായിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോകുക. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഇതിനകത്ത് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അന്നേരം ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ സ്റ്റോക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് മേടിക്കാനുള്ള സാധനം എല്ലാം അവിടെ ഉണ്ട്. കീ ചെയിൻസ് ആണെങ്കിലും സ്മെല്ലിന് തൂക്കുന്നതാണെങ്കിലും പിന്നെ നമ്മൾ മേടിച്ച് വണ്ടി വെച്ചിരിക്കുന്നത് തന്നെയാണെങ്കിലും അതിൻ്റെ പല ടൈപ്പ് മോഡൽസ് അതിൻ്റെ അകത്തുണ്ട്. നമ്മളതെല്ലാം കുറേയൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടി അത്യാവശ്യം എല്ലാ പരിപാടിയും കഴിയുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ ബാക്കി പരിപാടിയൊക്കെ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു വണ്ടിയുടെ. എല്ലാം കഴിഞ്ഞെന്നാണ് ബായി പറഞ്ഞത്. അതിൻ്റെ സ്മെല്ലിന് വേണ്ടിയുള്ളൊരു സ്പ്രേയും അടിച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത്. ഈ ബായിയാണ് നമുക്ക് ഫുള്ള് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാക്കി കഴുകി ഇങ്ങനെ ആക്കി തന്നത്. അപ്പോൾ പുള്ളിക്കാരനൊരു ഷെയ്ക്കാനും കൊടുത്ത് താങ്ക്സും പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോന്നേക്കണത്.